നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഡോക്ടർ. എന്റെ മോനെ കുഴപ്പമൊന്നും കൂടാതെ എനിക്ക് തന്നതിന് എനിക്ക് നന്ദിയുണ്ട്. ഇതൊരു ഡോക്ടറുടെ കടമയല്ലേ വിനയ? ഡോക്ടറെ ചീരുമോൾ ചീരു ഓക്കെയാ മാഷെ. അല്പം കഴിയുമ്പോ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റും. ശരി. സമാധാനായി. മോനെ വിനയ, മോനെ വിനയ. എന്റെ മോനെ ഇത് കഴിക്കോ അമ്മ ചേച്ചി. ഇതാ അമ്മ അച്ഛ അമ്മ അവർക്കെല്ലാം കൊടുക്കേ. ചേട്ടാ എനിക്ക് മോൻ ജനിച്ചു. ഇതാ ചേട്ടാ. ആ ബ്രോ, എന്റെ ഭാര്യ പ്രസവിച്ചു. ആൺകുട്ടിയാ. കൺഗ്രാജുലേഷൻ. ഓ അമ്മ തെറ്റ് ചെയ്തതാരാണെങ്കിലും ശിക്ഷിക്കപ്പെടും. പക്ഷേ നിന്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കംപ്ലൈന്റ് ഒരു നിരപരാധിയെ ശിക്ഷിക്കാനുള്ളതായിരുന്നുവെന്ന് എന്നെങ്കിലും ഒരിക്കൽ തെളിഞ്ഞാൽ അന്ന് നീ വീട്ടിൽ നിന്നിറങ്ങി ഇവരുടെ കൂടെ പൊയ്ക്കണം. ഹർഷ, മോൻ കരയുന്ന കേട്ടിട്ടും നീ ഇവിടെ മരം പോലെ ഇരിക്കുകയാണോ? നീ പ്രസവിച്ച നിന്റെ കുഞ്ഞല്ലേ ഹർഷ കരയുന്നേ? അതിനെന്താ, പ്രസവിച്ച അമ്മ തന്നെ കുഞ്ഞിനെ നോക്കണമെന്ന് വല്ല നിയമമുണ്ടോ? അച്ഛനും ഉണ്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം. ഓ അങ്ങനെയാണോ? ഞാൻ പറഞ്ഞതേ ഉത്തരവാദിത്തത്തിന്റെ കാര്യമല്ല ഹർഷേ. നൊന്ത് പ്രസവിച്ച കുഞ്ഞ് ഇങ്ങനെ കരയുന്ന കേട്ടിട്ട് അതിന്റെ അമ്മയായി നിനക്ക് എങ്ങനെയാ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിച്ചില്ലാതിരിക്കാൻ പറ്റുന്നേ? മോൻ കുഞ്ഞമ്മയുടെ കയ്യിലല്ലേ രവിയേട്ട ഉള്ളത്. അവരെന്നെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. അതിനല്ലേ അവരവിടെ നിർത്തിയിരിക്കുന്നത്. ആഹാ, അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്നുള്ള ധൈര്യത്തിലാണോ? ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നീ മോനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സുശീലാന്റെ കൂടെ പോയതല്ലേ? ഇപ്പൊ പോയിട്ട് എന്തായി? വിജയ് ആഘോഷിച്ചപ്പോ എന്തായാലും അവരോടൊപ്പം ആ വീട്ടിൽ കയറി ചെല്ലാനുള്ള തൊലിക്കെട്ടി സമ്മതിച്ചേ പറ്റൂ നിന്റെ. ചിലപ്പോ അവരോടൊപ്പം പോകാൻ ദൈവം നിന്നെ തോന്നിപ്പിച്ചതും ആവാം. കാരണം ആ സ്ത്രീയെ അവിടുന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് നീ കാണണമെന്നാവും ദൈവനിശ്ചയം.
അവിടെ നാട്ടി ഇറക്കി വിട്ടപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? തൃപ്തിയായത് നിങ്ങൾക്കല്ലേ? എന്റെ പരാജയം കാത്തുനിന്ന് നിങ്ങൾക്ക്. നീ പരാജയപ്പെട്ടെന്ന് പറയാറായിട്ടില്ല ഹർഷേ. അത് തീരുമാനിക്കേണ്ടത് സുശീലാന്റിയാ. അനുപമയെ കൊടുക്കാനുള്ള ഗൂഢാലോചനയില് നിനക്കുള്ള പങ്ക് അവര് പോലീസിനോടെങ്ങാനും പറഞ്ഞാൽ അവരോടൊപ്പം നീയും പരാജയപ്പെട്ടെന്ന് ഉറപ്പിക്കാം. സുശീലാന്റെ ഒരിക്കലും ഹർഷ ഒറ്റ കൊടുക്കില്ലേ. എന്റെ ഭർത്താവായ നിങ്ങളത് ചെയ്യാതിരുന്നാ മതി. നിന്നെ പോലീസിന് ഒറ്റ കൊടുക്കാനുള്ള തെളിവൊന്നും എന്റെ കയ്യിലില്ലല്ലോ ഹർഷേ. അനുപമയുടെ നിരപരാധിത്വം തെളിയുകയും യഥാർത്ഥ പ്രതി അകത്താകുകയും ചെയ്തതോടെ എന്റെ മുന്നിൽ നീ തെറ്റുകാരി അല്ലാതായിരിക്കുക. മറിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നമ്മളിൽ ഒരാളെ ഉണ്ടാകുമായിരുന്നുള്ളൂ. കുടിക്ക്. മതി. ഞാൻ പറഞ്ഞത് സത്യമോ സാറേ? ആരെയെങ്കിലും കൊല്ലണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ആഹാരത്തിൽ വിഷം കലർത്തിയത്. സത്യനെന്ന് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുമെന്നും അവനും അവന്റെ ഭാര്യയും പാതിരാത്രി ആ ആഹാരം എടുത്ത് കഴിക്കുമെന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അവരുടെ കൊച്ചു ഇതിലിരയായി പോയത്. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ പിന്നെന്തിനാ വിഷത്തിന്റെ ബാക്കി അനുപമയുടെ മുറിയിൽ കൊണ്ടുവച്ചത്? ദേ, പോലീസിന് മെനക്കേടുണ്ടാക്കാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നതാണ് നല്ലത്. അനുപമയെ കൊല്ലാൻ തന്നെയായിരുന്നു ഉദ്ദേശം.